ചേട്ടാ ഇവിടെ നമുക്ക് ക്രിസ്മസിന് വീട്ടിലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല ഹോം മെയ്ഡ് കേക്ക് കിട്ടുന്ന സ്ഥലം ഏതൊക്കെയാണ്? നല്ല കേക്ക് കിട്ടുന്നതാണ്. നല്ല കൊണ്ട് എവിടെ ഒന്ന് കാണിച്ചു തരാമോ? കൊണ്ട് ഞാൻ കൊണ്ട് കാണിക്കാം. വാ. അവിടെ ചെന്നാൽ മതി. നല്ല സൂപ്പർ കേക്ക് കിട്ടും. ഓക്കെ ഏട്ടാ, താങ്ക്സ്. ഓക്കെ, ഹാപ്പി ക്രിസ്മസ്. ചേച്ചി ഇവിടെ ഇല്ലേ ഹോം മെയ്ഡ് ക്രിസ്മസ് കേക്ക് ഒക്കെ കിട്ടുന്നത്? ഈ വർഷത്തെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടോ വീട്ടിലത്തേക്ക് കൊണ്ടുപോകാനായിരുന്നു? വെറൈറ്റി ആയിട്ട് ഇപ്പോൾ ഉള്ള കേക്ക് എന്ന് പറഞ്ഞാൽ പ്ലം കേക്കാണ് നമ്മുടെ ഉള്ളത്. പ്ലം കേക്ക് നമ്മൾ വർഷങ്ങൾ സോക്ക് ചെയ്തതാണ്. ഒരു കസ്റ്റമറുടെ അടുത്ത് നമ്മൾ അവർ കേക്ക് ഓർഡർ ചെയ്യുമ്പോൾ ഉടനെ അവരോട് ചോദിക്കും ഏത് കേക്കാണ് വേണ്ടിയത്, ഏത് ഫ്ലേവറാണ്. അപ്പോൾ എനിക്കൊരു വാനില സ്ട്രോബെറിയുടെ ഒരു ക്രിസ്മസ് കേക്ക് ഒന്ന് ഉണ്ടാക്കി തരാമോ? തരാമല്ലോ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുമല്ലോ. വാനിലയാണോ കൂടുതൽ ഇഷ്ടം, സ്ട്രോബെറി ആണോ കൂടുതൽ ഇഷ്ടം? സ്ട്രോബെറിയുടെ കുറച്ച് ഹൈലൈറ്റ് ചെയ്യാം. ഓക്കെ, അത് ഉണ്ടാക്കി തരാം. നമുക്ക് ഓക്കെ. ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കേക്ക് വാനില സ്ട്രോബെറി കേക്കാണ്. അതിനുവേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. ആദ്യം മൈദ, ബേക്കിംഗ് പൗഡർ വേണം, ബേക്കിംഗ് സോഡ, സോൾട്ട് വേണം, മുട്ട വേണം, ഓയിൽ വേണം, പഞ്ചസാര. 1 കിലോ കേക്കാണ് ചെയ്യുന്നത്. 4 മുട്ട എടുത്തിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് മൈദയുണ്ട്. 1 ടീസ്പൂണാണ് നമുക്ക് ബേക്കിംഗ് പൗഡർ വേണ്ടിയത്. ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, 1 നുള്ള് ഉപ്പ് മതി. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾക്ക് ഒരു ഓർഡർ വരുമ്പോൾ ഉടനെ ഓരോ കസ്റ്റമറിൻ്റെ അടുത്തും അവരുടെ ഇഷ്ടം എന്താണ്, അവരുടെ ടേസ്റ്റ് എന്താണ്, അവർക്ക് ഏത് ടേസ്റ്റിനോടാണ് കൂടുതൽ ഇഷ്ടം, അതിനനുസരിച്ചാണ് നമ്മൾ കേക്ക് ചെയ്യുന്നത്. മോസ്റ്റ്ലി ആൾക്കാർക്കെല്ലാം മധുരം വളരെ കുറച്ച് മതി. ബേക്കറിയിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ നമ്മുടെ കേക്കുകൾക്ക് മധുരം കുറവായിരിക്കും, പിന്നെ ഹൈജീൻ ആയിരിക്കും. ഒരു ഓർഡർ വരുമ്പോഴാണ് നമ്മളത് ചെയ്യുന്നത്. പിന്നത്തെ നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ സ്പോഞ്ചും ഏത് ഫ്ലേവർ ഒരു കേക്ക് പറയുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മൾ കേക്കിൻ്റെ സ്പോഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാവരും പറയുന്ന വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന കേക്കാണ് നമ്മുടെ കേക്ക് എന്നാണ് പറയുന്നത്. അതിനുശേഷം സുഗർ സിറപ്പ് മിക്സ് ചെയ്ത് വെച്ചിരുന്നതാണ്. ചിലവർക്ക് മധുരം കൂടുതൽ വേണമെന്ന് പറയും, അവർക്ക് നന്നായിട്ട് മധുരം ഇട്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു നോർമൽ മധുരം. ഞങ്ങൾക്ക് കേക്ക് ഒരു പാഷനാണ്. ഇവിടെ ഞങ്ങൾ ഇങ്ങനെ ചിന്തിക്കും ഏതിനോട് ഏത് ചേരുമ്പോഴാണ്, ഏത് ഫ്ലേവറുകൾ തമ്മിൽ ചെയ്യുമ്പം എങ്ങനെ കോമ്പിനേഷൻ ചെയ്യുമ്പോഴാണ് നല്ലത്. ഓരോ ലെയറിലും അതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവരും ചെയ്യുന്ന പോലെയല്ല, എന്തെങ്കിലും ഒരു വെറൈറ്റി നമ്മുടെ ഇതിനകത്ത് വരുത്താൻ നമ്മൾ എപ്പോഴും ശ്രമിക്കാറുണ്ട്. പിന്നെ ഒരു സ്പെഷ്യാലിറ്റി, അധികം ക്രീം നമ്മൾ യൂസ് ചെയ്യാറില്ല, എല്ലാം മിതമായിട്ട് മാത്രം. പ്ലം കേക്കിനാണ് നമുക്ക് കൂടുതൽ ഓർഡർ. അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല വെളിയിൽ നിന്നുമെല്ലാം നമുക്ക് പ്ലം കേക്കിനാണ് കൂടുതൽ ഓർഡർ. ഒരു അരമണിക്കൂർ കിട്ടിയാൽ അത്രയും നല്ല, അത്രയെങ്കിലും ഫ്രിഡ്ജിൽ വയ്ക്കുക. ക്രിസ്മസ് തീമിൽ ഡെക്കറേറ്റ് ചെയ്യുക. പിടിച്ചോണേ, കേക്ക് ഫ്രിഡ്ജിൽ വെക്കണം, വെളിയിൽ വെച്ച് വെക്കണ്ടേ. എടുക്കുന്ന നേരത്ത് മാത്രമേ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാവൂ. പിന്നെ കഴിച്ചിട്ട് അഭിപ്രായം പറയണം എങ്ങനെയുണ്ടോ, ഇഷ്ടപ്പെട്ടോ. Merry Christmas and Happy New Year.